ഹായ് ഹലോ വെൽക്കം ടു PSC ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൽ നിന്നുള്ള ഒരു 50 ചോദ്യങ്ങളാണ് നമ്മളിവിടെ മോക്ക് ടെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. ഏത് ക്വസ്റ്റ്യൻ ആണോ കിട്ടാത്തത് ആ ക്വസ്റ്റ്യൻ്റെ ആ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് പിന്നീട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ള കാര്യം കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ മോക്ക് ടെസ്റ്റിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്തരത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന കോശാംഗം. ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്തരത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന കോശാംഗം ഏത്? ഓപ്ഷൻ ബി ഫേനം. ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്തരത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന കോശാംഗം ഏതാണ്? ഫേനം. ശബ്ദഗ്രാഹികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗം ഏത്? ഓപ്ഷൻ സി കോക്ലിയ. ശബ്ദഗ്രാഹികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗം ഏതാണ്? കോക്ലിയ. ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? ഓപ്ഷൻ എ സ്റ്റേപ്പീസ്. ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? സ്റ്റേപ്പീസ്. താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായവ ഏതെല്ലാം? ബാക്ടീരിയകളെയും വൈറസുകളെയും ചെറുക്കാൻ ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്ന ലിംഫോസൈറ്റ് ബി ലിംഫോസൈറ്റ് ആണ്. ടി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ആൻറ്റിബോഡികൾ അറിയപ്പെടുന്നത് ഇമ്മ്യൂണോ ഗ്ലോബുലിൻ എന്നാണ്. ത്രോംബോസൈറ്റിൻ്റെ ആയുർദൈർഘ്യം 10 ദിവസമാണ്. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നത് മോണോസൈറ്റാണ്. ഹിസ്റ്റമിൻ നിർമ്മിക്കുന്നത് ബേസോഫിലും മാസ്റ്റ് കോശങ്ങളും ചേർന്നാണ്. ശരിയായവയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 1, 3, 4, 5 ആണ് ഇവിടെ ശരിയായിട്ടുള്ളത് കേട്ടോ. 1, 3, 4, 5 ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ടി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ആൻറ്റിബോഡികൾ ഇമ്മ്യൂണോ ഗ്ലോബുലിൻ, അത് ടി ലിംഫോസൈറ്റ് ആണോ ഉൽപ്പാദിപ്പിക്കുന്നത്? ബി ലിംഫോസൈറ്റുകളാണ് അല്ലേ. ബി ലിംഫോസൈറ്റുകളാണ് എന്തുണ്ടാക്കുന്നത്? ഇമ്മ്യൂണോ ഗ്ലോബുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലേ. ഇതെന്താണ്? ഇമ്മ്യൂണോ ഗ്ലോബുലിൻ എന്ന് പറയുന്നത് വയ്യ ആകൃതിയിലുള്ള ഒരു പ്രോട്ടീനാണ് കേട്ടോ. വയ്യ ആകൃതിയിലുള്ള ഒരു പ്രോട്ടീനാണ്. അപ്പോൾ ബി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ആൻറ്റിബോഡികളാണ് എന്ത് എന്ന് പറയുന്നത്? ഇമ്മ്യൂണോ ഗ്ലോബുലിൻ എന്ന് പറയുന്നത്. ബാക്കി ശരിയായിട്ടുള്ളത് നോക്കിയേ. ബാക്ടീരിയകളെയും വൈറസുകളെയും ചെറുക്കാൻ ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്ന ലിംഫോസൈറ്റ് ഏതാണ്? ബി ലിംഫോസൈറ്റ് ആണ്. അപ്പോൾ ബി ലിംഫോസൈറ്റ് എന്താണ് ചെയ്യുന്നത്? ബാക്ടീരിയകളെയും വൈറസുകളെയും ചെറുക്കാൻ വേണ്ടിയിട്ട് ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഓക്കെ അല്ലേ. ഇനി ബി ലിംഫോസൈറ്റുകളാണ് ബി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ആൻറ്റിബോഡികളാണ് എന്തറിയപ്പെടുന്നത്? ഇമ്മ്യൂണോ ഗ്ലോബുലിൻ എന്നറിയപ്പെടുന്നത്. ത്രോംബോസൈറ്റിൻ്റെ ആയുർദൈർഘ്യം 10 ദിവസമാണ്. എന്താണ് ത്രോംബോസൈറ്റ് എന്ന് പറയുന്നത്? എന്താണ്? പ്ലേറ്റ്ലെറ്റുകളാണ് അല്ലേ. പ്ലേറ്റ്ലെറ്റുകളാണ് എന്തെന്നറിയപ്പെടുന്നത്? ത്രോംബോസൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആയുർദൈർഘ്യം എത്രയാണ്? 10 ദിവസമാണ്. പ്ലേറ്റ്ലെറ്റുകളുടെ ആയുർദൈർഘ്യം എത്രയാണ്? 10 ദിവസമാണ്. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നത് ആരാണ്? മോണോസൈറ്റ് ആണ്. ഹിസ്റ്റമിൻ നിർമ്മിക്കുന്നത് ആരൊക്കെ ചേർന്നിട്ടാണ്? ബേസോഫിലും മാസ്റ്റ് കോശങ്ങളും ചേർന്നിട്ടാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? മഹാധമനി രക്തത്തെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. ശ്വാസകോശസിര ശ്വാസകോശത്തിൽ നിന്നും രക്തം കൊണ്ടുവരുന്നു. മഹാസിര ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രക്തം കൊണ്ടുവരുന്നു. ശ്വാസകോശധമനി രക്തത്തെ ശ്വാസകോശത്തിലേക്ക് കൊണ്ടുവരുന്നു. ശരിയായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഈ 4 പ്രസ്താവനയും എന്ത് തന്നെയാണ്? ശരിയായിട്ടുള്ളതാണ് കേട്ടോ. മഹാധമനി എന്താണ് ചെയ്യുന്നത്? രക്തത്തെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ആരാണ്? മഹാധമനിയാണ്. മഹാസിര എന്താണ് ചെയ്യുന്നത്? ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രക്തം കൊണ്ടുവരുന്നു. മഹാധമനി രക്തത്തെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. മഹാസിര ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രക്തം കൊണ്ടുവരുന്നു. ശ്വാസകോശസിര എന്താണ് ചെയ്യുന്നത്? ശ്വാസകോശത്തിൽ നിന്നും രക്തം കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ശ്വാസകോശധമനി രക്തത്തെ ശ്വാസകോശത്തിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ മഹാധമനി രക്തത്തെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ മഹാസിര എന്ത് ചെയ്യുന്നു? ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രക്തം കൊണ്ടുവരുന്നു. ഇനി ശ്വാസകോശധമനി രക്തത്തെ ശ്വാസകോശങ്ങളിലേക്ക് കൊണ്ടുവരുന്നു. ഇനി ശ്വാസകോശസിര എന്താണ് ചെയ്യുന്നത്? ശ്വാസകോശത്തിൽ നിന്നും രക്തത്തെ കൊണ്ടുവരുന്നു. ഇത്രയുമാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് 4 നല്ല വൃത്തിയായിട്ട് കൺഫ്യൂഷൻ ആവാണ്ട് പഠിച്ചിരിക്കുക കേട്ടോ. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുന്ന രോഗാവസ്ഥയുടെ പേരെന്താണ്? വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുന്ന രോഗാവസ്ഥയുടെ പേര്?
ഓപ്ഷൻ സി സീറോഫ്താൽമിയാണ് കേട്ടോ. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുന്ന രോഗാവസ്ഥയുടെ പേരെന്താണ്? സീറോഫ്താൽമിയ. പേശിയുടെ നീളത്തിൽ വ്യത്യാസമുണ്ടാകുന്ന തരം പേശി സങ്കോചം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? പേശിയുടെ നീളത്തിൽ വ്യത്യാസമുണ്ടാകുന്ന തരം പേശി സങ്കോചം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഐസോടോണിക് സങ്കോചമാണ് കേട്ടോ. പേശിയുടെ നീളത്തിൽ വ്യത്യാസമുണ്ടാകുന്ന തരം പേശി സങ്കോചം ഏതാണ്? ഐസോടോണിക് ആണ്. നമ്മുടെ പേശികളിൽ കാണപ്പെടുന്ന പ്രോട്ടീനുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ആക്റ്റിനും മയോസിനുമാണ് കേട്ടോ. ആക്റ്റിൻ മയോസിനാണ് നമ്മുടെ പേശിയിൽ കാണപ്പെടുന്ന പ്രോട്ടീനുകൾ എന്ന് പറയുന്നത് കേട്ടോ. ആക്റ്റിൻ മയോസിൻ. പേശി കോശത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ്സ് മുന്നേ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. പേശി കോശത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റുകൾ അറിയപ്പെടുന്ന പേരെന്താണ്? സാർക്കോമിയറുകൾ എന്നാണ് അല്ലേ. സാർക്കോമിയറുകൾ എന്നാണ് ഓർത്തിരിക്കുക കേട്ടോ. സാർക്കോമിയറുകൾ. അപ്പോൾ പേശിയിൽ കാണപ്പെടുന്ന പ്രോട്ടീനുകൾ ഏതൊക്കെയാണ്? ആക്റ്റിനും മയോസിനുമാണ്. പേശി കോശത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? സാർക്കോമിയർ ആണ്. പേശിയുടെ നീളത്തിൽ വ്യത്യാസമുണ്ടാകുന്ന തരം പേശി സങ്കോചം ഏതാണ്? ഐസോടോണിക് ആണ്. ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ എ ജലദോഷം. ഇവിടെ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി അരിമ്പാറയാണ്. അരിമ്പാറ എന്താണ്? വൈറസ് രോഗമാണ് അല്ലേ. പ്ലേഗ്, ടെറ്റനസ്, സിഫിലിസ് മുതലായവ എന്താണ്? ബാക്ടീരിയ രോഗമാണ്. അരിമ്പാറ എന്ന് പറയുന്നത് എന്താണ്? ഒരു വൈറസ് രോഗമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഹെപ്പറ്റൈറ്റിസ് ബി ആണ് ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളിൽ പെടാത്തത്. ഹെപ്പറ്റൈറ്റിസ് ബി എങ്ങനെയാണ് പകരുന്നത്? രക്തത്തിലൂടെയോ അല്ലെങ്കിൽ എന്താണ് സെക്ഷൽ കോണ്ടാക്റ്റ് വഴിയൊക്കെ അല്ലെങ്കിൽ മറ്റ് ശരീര ദ്രാവകങ്ങളിലൂടെ പകരുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത് അല്ലേ. ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളിൽ പെടാത്തത് ഏതാണ്? ഹെപ്പറ്റൈറ്റിസ് ബി ആണ്. ഡി എൻ എയിലെ നൈട്രോജിനസ് ബേസുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഡി എൻ എയിലെ നൈട്രോജിനസ് ബേസുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ബി യുറാസിൽ. മെനിഞ്ചസിൻ്റെ ആന്തരസ്തരം അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? മെനിഞ്ചസിൻ്റെ ആന്തരസ്തരം അറിയപ്പെടുന്നത് ഓപ്ഷൻ സി പയാമേറ്റർ എന്നാണ് കേട്ടോ. മെനിഞ്ചസിൻ്റെ ആന്തരസ്തരം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? പയാമേറ്റർ. കോശത്തിൻ്റെ ഊർജ്ജ നിലയങ്ങൾ എന്നറിയപ്പെടുന്നത് എന്താണ്? ഓപ്ഷൻ ബി മൈറ്റോകോൺട്രിയ. കോശത്തിൻ്റെ ഊർജ്ജ നിലയങ്ങൾ എന്നറിയപ്പെടുന്നത് എന്താണ്? മൈറ്റോകോൺട്രിയ. ജന്തുകോശങ്ങളിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകം? ഓപ്ഷൻ സി കാർബൺ ഡയോക്സൈഡ്. കോശപ്രവർത്തനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രം എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ്? കോശപ്രവർത്തനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രം എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ്? ഓപ്ഷൻ എ കോശമർമ്മമാണ് കേട്ടോ. കോശപ്രവർത്തനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രം എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ്? കോശമർമ്മമാണ്. ജീവനുള്ള കോശങ്ങളെ ആദ്യമായി നിരീക്ഷിച്ച ശാസ്ത്രജ്ഞൻ? ഓപ്ഷൻ ബി വാൻ ലീവൻഹോക്ക് ആണ് ജീവനുള്ള കോശങ്ങളെ ആദ്യമായിട്ട് നിരീക്ഷിച്ച സയൻറ്റിസ്റ്റ്. നേത്രഗോളത്തിന് ആകൃതിയും ദൃഢതയും നൽകുന്ന പാളി ഏതാണ്? ഓപ്ഷൻ ബി ദൃഢപടലം. നേത്രഗോളത്തിന് ആകൃതിയും ദൃഢതയും നൽകുന്ന കണ്ണിൻ്റെ പാളി ഏതാണ്? ദൃഢപടലം. അതിവൃക്കാഗ്രന്ഥി എന്നറിയപ്പെടുന്നത് ഏത് ഗ്രന്ഥിയാണ്? അതിവൃക്കാഗ്രന്ഥി. ഓപ്ഷൻ സി അഡ്രിനാൽ ഗ്രന്ഥി. അതിവൃക്കാഗ്രന്ഥി എന്നറിയപ്പെടുന്നത് ഏതാണ്? അഡ്രിനാൽ ഗ്രന്ഥി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ്? ബയോപ്സി ടെസ്റ്റ് ക്യാൻസർ, ലെപ്രമിൻ ടെസ്റ്റ് കുഷ്ഠം, ഷിക്ക് ടെസ്റ്റ് ഡിഫ്തീരിയ, നേവ ടെസ്റ്റ് ഗർഭാശയ ക്യാൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ തെറ്റായിട്ടുള്ളത്. ശരിയായത് നോക്കിയേ. ബയോപ്സി ടെസ്റ്റ് ഏതാണ്? ക്യാൻസറിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ലെപ്രമിൻ ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? കുഷ്ഠത്തെ സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഷിക്ക് ടെസ്റ്റ് ഡിഫ്തീരിയയ്ക്ക് വേണ്ടിയിട്ടാണ്. നേവ ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? എയ്ഡ്സിനുള്ള ടെസ്റ്റാണ് അല്ലേ. എയ്ഡ്സിനുള്ള ടെസ്റ്റാണ് നേവ എന്ന് പറയുന്നത്. കൂടാതെ എലീസ, അതുപോലെ തന്നെ പിന്നെ ഏതാണ്? വെസ്റ്റേൺ ബ്ലോട്ട്,
അല്ലേ? വെസ്റ്റേൺ ബ്ലോട്ട്, എലീസ, ഇതെല്ലാം എന്താണ്? നേവ ടെസ്റ്റ്, ഇതെല്ലാം എന്താണ്? എയ്ഡ്സിൻ്റെ ടെസ്റ്റുകളാണ്. ഗർഭാശയ ക്യാൻസർ സ്ഥിരീകരിക്കുന്നതിനുള്ള ടെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? പാപ്സ്മിയർ ആണ് അല്ലേ? പാപ്സ്മിയർ ടെസ്റ്റാണ് ഗർഭാശയ ക്യാൻസർ എന്താണ് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ്. കേരളത്തിലെ അശരണരായ വിധവകൾക്ക് അഭയവും സംരക്ഷണവും നൽകുന്നതിനായി വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന ക്ഷേമ പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി അഭയ കിരണം. കേരളത്തിലെ അശരണരായിട്ടുള്ള വിധവകൾക്കും അഭയവും സംരക്ഷണവും നൽകാൻ വേണ്ടിയിട്ടുള്ള വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന ക്ഷേമ പദ്ധതിയാണ് അഭയ കിരണം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ്? നാവികരുടെ പ്ലേഗ് സ്കർവി, വീൽസ് ഡിസീസ് എലിപ്പനി, വെളുത്ത പ്ലേഗ് ക്ഷയം, ഹാൻസൻസ് രോഗം കോളറ. ഓപ്ഷൻ ഡി ആണ് ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്നത് ഏതാണ്? കുഷ്ഠമാണ് അല്ലേ? കുഷ്ഠമാണ് ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്നത് അല്ലേ? കോളറ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ബ്ലൂ ഡെത്ത് എന്നറിയപ്പെടുന്നുണ്ട് അല്ലേ? ബ്ലൂ ഡെത്ത് എന്നറിയപ്പെടുന്നത് എന്താണ്? കോളറയാണ്. അപ്പം നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? സ്കർവിയാണ്. വീൽസ് ഡിസീസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? എലിപ്പനി. വെളുത്ത പ്ലേഗ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ക്ഷയമാണ്. ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്നത് ഏതാണ്? കുഷ്ഠമാണ്. ബ്ലൂ ഡെത്ത് എന്നറിയപ്പെടുന്നത് ഏതാണ്? കോളറയാണ്. ഓക്കെ അല്ലേ? താഴെ പറയുന്നവയിൽ ഫംഗസ് രോഗങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാമാണ്? ഫംഗസ് രോഗങ്ങളാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 1, 2, 3, 4, 5 ആണ് കേട്ടോ. 1, 2, 3, 5 ആണ് ഫംഗസ് രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളായിട്ട്. ഏതൊക്കെയാണ്? അത്ലറ്റ് ഫുട്ട്, വട്ടച്ചൊറി, താരൻ, അതുപോലെ തന്നെ മൊസൈക്ക്. ഈ നെൽച്ചെടിയിലെ ബ്ലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ബാക്ടീരിയൽ രോഗമാണ് കേട്ടോ. ബാക്ടീരിയൽ രോഗമാണ് നെൽച്ചെടിയിലെ ബ്ലൈറ്റ് എന്ന് പറയുന്നത്. മൊസൈക്ക് രോഗമൊക്കെ എന്താണ്? ഫംഗസ് രോഗങ്ങളാണ്. അത്ലറ്റ് ഫുട്ട്, വട്ടച്ചൊറി, താരൻ, മൊസൈക്ക് എന്താണ്? ഫംഗസ് രോഗങ്ങളാണ്. താഴെ പറയുന്നവയിൽ ജനിതക രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി സ്കർവി. താഴെ പറയുന്നവയിൽ ജനിതക രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? സ്കർവിയാണ്. വർണ്ണാന്ധത, ഡൗൺ സിൻഡ്രം, ആൽബിനിസം, ഇതെല്ലാം എന്താണ്? ജനിതക രോഗങ്ങളാണ് കേട്ടോ. വർണ്ണാന്ധത, ഡൗൺ സിൻഡ്രം, ആൽബിനിസം, ഇതെല്ലാം എന്താണ്? ജനിതക രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. സ്കർവി ഏത് വിറ്റാമിൻ്റെ അഭാവം മൂലമുണ്ടാകുന്നതാണ്? സിയുടെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ് സ്കർവി എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ബാക്കിയുള്ളത് മൂന്നും എന്താണ്? ജനിതക രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി പറയുന്ന മസ്തിഷ്കത്തെക്കുറിച്ചുള്ള പ്രസ്താവനയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് സെറിബെല്ലമാണ്. മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് തലാമസ് ആണ്. ഹൈപ്പോതലാമസിനെ മാസ്റ്റർ ഓഫ് ദി മാസ്റ്റർ ഗ്ലാൻഡ് എന്നാണ് വിളിക്കുന്നത്. ഓപ്ഷൻ ബി ആണല്ലേ തെറ്റായിട്ടുള്ളത്. റിലേ സ്റ്റേഷൻ ഏതാണ്? തലാമസ് ആണ്. മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? തലാമസ് ആണ്. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? സെറിബെല്ലമാണ്. മസ്തിഷ്കത്തിൻ്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് ഏതു തന്നെയാണ്? സെറിബെല്ലമാണ്. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? അത് സെറിബ്രമാണ്. ഇനി ഹൈപ്പോതലാമസിനെ എങ്ങനെയും കൂടെ അറിയപ്പെടുന്നുണ്ട്? മാസ്റ്റർ ഓഫ് ദി മാസ്റ്റർ ഗ്ലാൻഡ് എന്നും കൂടെ വിളിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മുടെ ആന്തര സംസ്ഥിതി പരിപാലനത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഹൈപ്പോതലാമസ് ആണ്. അതുകൊണ്ടാണ് അതിനെ മാസ്റ്റർ ഓഫ് ദി മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് വിളിക്കുന്നത്. ലോകാരോഗ്യ സംഘടന നിലവിൽ വന്നത്? ഓപ്ഷൻ എ 1948 ഏപ്രിൽ 7-നാണ് എന്ത് നിലവിൽ വരുന്നത്? ലോകാരോഗ്യ സംഘടന നിലവിൽ വരുന്നത് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. 1948 ഏപ്രിൽ 7-നാണ് ലോകാരോഗ്യ സംഘടന നിലവിൽ വരുന്നത്. താഴെ പറയുന്നവയിൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങളിൽ പെടാത്തതാണ്. ഓപ്ഷൻ സി ബോട്ടുലിസം. ന്യൂമോണിയ, വില്ലൻ ചുമ, ഡിഫ്തീരിയ മുതലായവ എന്താണ്? വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് അല്ലേ? ന്യൂമോണിയ, വില്ലൻ ചുമ, ഡിഫ്തീരിയ എന്താണ്? വായുവിലൂടെ പകരുന്ന അസുഖങ്ങളാണ്. ഈ ബോട്ടുലിസം എന്താണ്? ആഹാരങ്ങളിലൂടെ പകരുന്ന രോഗമാണല്ലേ ബോട്ടുലിസം എന്ന് പറയുന്നത്. പ്ലാസ്മയിലെ പ്രധാന പ്രോട്ടീനുകളിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണ്? പ്ലാസ്മയിലെ പ്രധാന പ്രോട്ടീനുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്?
ഓപ്ഷൻ എ ഹീമോഗ്ലോബിൻ. ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഫൈബ്രിനോജൻ, ഗ്ലോബുലിൻ, ആൽബുമിൻ മുതലായവയാണ് നമ്മുടെ പ്ലാസ്മയിലെ പ്രധാന പ്രോട്ടീനുകൾ. ഏതൊക്കെയാണ്? ഫൈബ്രിനോജൻ, ഗ്ലോബുലിൻ, ആൽബുമിൻ. വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം രക്തസമ്മർദ്ദം കുറയുന്നു, കാൽസ്യത്തിൻ്റെ ആഗിരണം തടസ്സപ്പെടുത്തുന്നു, ഉളുക്ക് ഉണ്ടാകുന്നു, ഇരുമ്പ് കൂടുതലായി ആഗിരണം ചെയ്യുന്നു. ഓപ്ഷൻ ബി ആണ്, കാൽസ്യത്തിൻ്റെ ആഗിരണം തടസ്സപ്പെടുത്തുന്നു. വൈറ്റമിൻ ഡിയുടെ അഭാവം വന്നാൽ എന്താണ് അവിടെ? കാൽസ്യത്തിൻ്റെ ആഗിരണം തടസ്സപ്പെടുത്തുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. വൈറ്റമിൻ ഡിയുടെ അഭാവം എന്ത് ചെയ്യുന്നു? കാൽസ്യത്തിൻ്റെ ആഗിരണത്തെ തടസ്സപ്പെടുത്തുന്നു. സിക്കിൾ സെൽ അനീമിയയുടെ ചികിത്സയിൽ ജനിതക മാറ്റം വരുത്തിയ ഏത് തരം കോശങ്ങളെയാണ് രോഗിയിൽ തിരികെ നിക്ഷേപിക്കുന്നത്? സിക്കിൾ സെൽ അനീമിയയുടെ ചികിത്സയിൽ ജനിതക മാറ്റം വരുത്തിയിട്ടുള്ള ഏത് തരം കോശങ്ങളാണ് രോഗിയിൽ തിരികെ നിക്ഷേപിക്കുന്നത്? ഓപ്ഷൻ ബി വിത്തുകോശങ്ങൾ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ നിന്നും ശരി ഉത്തരം തിരഞ്ഞെടുക്കുക. ക്രമഭംഗത്തിൽ മാതൃകോശം വിഭജിച്ച് 2 പുത്രികാ കോശങ്ങൾ രൂപപ്പെടുന്നു. ക്രമഭംഗം ശരീരകോശങ്ങളിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഊനഭംഗത്തിൽ മാതൃകോശം വിഭജിച്ച് 2 പുത്രികാ കോശങ്ങൾ രൂപപ്പെടുന്നു. ഊനഭംഗം ബീജകോശങ്ങളിൽ വെച്ച് നടക്കുന്നു. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 1, 2, 4 ശരിയായിട്ടുള്ളത്. ഈ ഊനഭംഗത്തിൽ മാതൃകോശം വിഭജിച്ച് 2 പുത്രികാ കോശങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. ഊനഭംഗത്തിലെ പുത്രികാ കോശങ്ങളുടെ എണ്ണം എത്രയാണ് രൂപപ്പെടുന്നത്? 4 പുത്രികാ കോശങ്ങളാണ് ഊനഭംഗത്തിൽ രൂപപ്പെടുക കേട്ടോ. മാതൃകോശം വിഭജിച്ചിട്ട് ക്രമഭംഗത്തിലാണ് മാതൃകോശം വിഭജിച്ചിട്ട് 2 പുത്രികാകോശങ്ങൾ ഉണ്ടാവുക. ഊനഭംഗത്തിൽ അത് പുത്രികാകോശങ്ങളുടെ എണ്ണം എത്രയായിരിക്കും? 4 ആയിരിക്കും. ബാക്കിയെല്ലാം ശരിയാണ് അല്ലേ. ക്രമഭംഗത്തിൽ മാതൃകോശം വിഭജിച്ച് 2 പുത്രികാകോശങ്ങൾ രൂപപ്പെടുന്നു. ക്രമഭംഗം എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്? ശരീരകോശങ്ങളിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഊനഭംഗം എവിടെയാണ്? ബീജകോശങ്ങളിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇനി പറയുന്നവയിൽ ഹീമോഗ്ലോബിൻ്റെ ഘടന തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇരുമ്പ് ഉൾപ്പെടുന്ന ഹീമോഗ്ലോബിനും 4 പ്രോട്ടീനും. ഇരുമ്പുൾപ്പെടുന്ന ഹീമും 4 പ്രോട്ടീനുമാണ് നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ ഘടന കേട്ടോ. ഓർത്തിരിക്കണേ. ഇരുമ്പ് ഉൾപ്പെടുന്ന ഹീമും എത്ര പ്രോട്ടീൻ ഉണ്ട്? 4 പ്രോട്ടീനും ഉൾപ്പെടുന്നതാണ് ഹീമോഗ്ലോബിൻ. വാസോപ്രസിൻ കുറയുമ്പോഴുണ്ടാകുന്ന രോഗം ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ആണ് അല്ലേ. വാസോപ്രസിൻ കുറയുമ്പോഴുണ്ടാകുന്ന രോഗം ഏതാണ്? ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഈ ADH അതായത് ആൻറ്റി ഡയോറിറ്റിക് ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഇത് തന്നെയാണ്, വാസോപ്രസിനാണ്. താഴെ പറയുന്നവയിൽ ക്ഷയരോഗത്തിന് കാരണമായ രോഗകാരി ഏതാണ്? ഓപ്ഷൻ ഡി മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ് നമ്മുടെ ക്ഷയരോഗത്തിന് കാരണമായിട്ടുള്ള രോഗകാരി. ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം എന്നാണ്? ഓപ്ഷൻ ബി ജൂലൈ 28 കേട്ടോ. ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം എന്നാണ്? ജൂലൈ 28 കേട്ടോ. ജൂലൈ 28. താഴെ പറയുന്നവയിൽ മൃഗങ്ങളിലൂടെ പകരുന്ന രോഗങ്ങളിൽ വരുന്ന ജോഡി ഏതാണ്? ഓപ്ഷൻ ഡി ആണ് എബോള, നിപ്പ തുടങ്ങിയവയാണ് കേട്ടോ. മൃഗങ്ങളിലൂടെ പകരുന്ന രോഗങ്ങളിൽ വരുന്ന ജോഡി ഏതൊക്കെയാണ്? എബോള, നിപ്പ അല്ലേ. ഇവിടെ ഈ കോളറയും എലിപ്പനിയും എങ്ങനെ പകരുന്നതാണ്? ജലത്തിലൂടെ പകരുന്നതാണ് കേട്ടോ. കോളറയും നിപ്പയും എലിപ്പനിയും എങ്ങനെയാണ്? ജലത്തിലൂടെ പകരുന്ന അസുഖങ്ങളാണ്. എയ്ഡ്സും കുഷ്ഠമാണെങ്കിലോ സമ്പർക്കത്തിലൂടെ പകരുന്നതാണ് അല്ലേ. സമ്പർക്കത്തിലൂടെ പകരുന്നതാണ്. മുണ്ടിനീരും സാർസും ആണെങ്കിൽ വായുവിലൂടെ പകരുന്ന അസുഖങ്ങളാണ്. മനസ്സിലാവുന്നുണ്ടോ? കോളറ, എലിപ്പനി ജലത്തിലൂടെ പകരുന്നു. എയ്ഡ്സ്, കുഷ്ഠം സമ്പർക്കത്തിലൂടെയാണ് പകരുന്നത്. മുണ്ടിനീരും സാർസും വായുവിലൂടെയാണ് പകരുന്നത്. എബോളയും നിപ്പയൊക്കെ എന്താണ്? മൃഗങ്ങളിലൂടെ പകരുന്ന അസുഖങ്ങളാണ്. തലയോട്ടിയിൽ ഉൾക്കൊള്ളുന്ന അസ്ഥികളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ എ 29. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ബലമുള്ള അസ്ഥി ഏതാണ്? ഓപ്ഷൻ ബി കീഴ്ത്താടിയെല്ല്. ഇനി പറയുന്നവയിൽ ആഗ്നേയരസത്തിൽ ഉൾപ്പെടാത്ത എൻസൈം ഏതാണ്? ഓപ്ഷൻ ഡി
പെപ്റ്റിഡേസ് ആണ് കേട്ടോ. അഗ്നരസത്തിൽ ഉൾപ്പെടുന്ന എൻസൈം ഏതൊക്കെയാണ്? പാൻക്രിയാറ്റിക് ലിപ്പേസ്, ട്രിപ്സിന് പാൻക്രിയാറ്റിക് അമിലേസ് ആണ്. ലെൻസിനെ സീലിയറി പേശികളിലേക്ക് ഉറപ്പിച്ചു നിർത്തുന്നത്. ലെൻസിനെ സീലിയറി പേശികളിൽ ഉറപ്പിച്ചു നിർത്തുന്നത് എന്താണ്? ഓപ്ഷൻ എ ലിഗ്മെൻറ്റുകളാണ് കേട്ടോ. ലിഗമെൻറ്റ് അല്ലെങ്കിൽ എന്ത് പറയും? സ്നായുക്കൾ എന്ന് പറയും കേട്ടോ. സ്നായുക്കൾ, മലയാളം വേർഡാണ് സ്നായുക്കൾ എന്ന് പറയുന്നത്. ലിഗമെൻറ്റുകൾ അല്ലെങ്കിൽ സ്നായുക്കളാണ് ലെൻസിനെ സീലിയറി പേശികളിലേക്ക് ഉറപ്പിച്ച് നിർത്തുന്നത്. ബേസൽ മെറ്റബോളിക് റേറ്റ് നിയന്ത്രിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഹോർമോൺ ഏതാണ്? ബേസൽ മെറ്റബോളിക് റേറ്റ് നിയന്ത്രിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഹോർമോൺ ഏതാണ്? ഓപ്ഷൻ സി തൈറോക്സിൻ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? ഓപ്ഷൻ സി കരൾ. കരളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വൈറ്റമിൻ ഏത്? ഓപ്ഷൻ ഡി വൈറ്റമിൻ കെ. ലോക അൽഷിമേഴ്സ് ദിനം എന്നാണ്? ലോക അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ 21 കേട്ടോ. സെപ്റ്റംബർ 21 ലോക അൽഷിമേഴ്സ് ദിനം. ന്യൂറോണിനും പേശീകോശത്തിനും ഇടയിലെ നാഡീയ പ്രേക്ഷകം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ന്യൂറോണിൻ്റെയും പേശീകോശത്തിൻ്റെയും ഇടയിലെ നാഡീയ പ്രേക്ഷകം ഏതാണ്? അസറ്റൈൽ കോളിനാണ്. ന്യൂറോണിനും പേശീകോശത്തിനും ഇടയിലെ നാഡീയ പ്രേക്ഷകം ഏതാണ്? അസറ്റൈൽ കോളിനാണ്. തീവ്രമായ സ്പർശം, സമ്മർദ്ദം, ചൂട് എന്നിവ തിരിച്ചറിയുന്ന ഗ്രാഹി ഏതാണ്? ഓപ്ഷൻ ഡി റുഫിനി എൻഡ് ഓർഗൻ ആണ് തീവ്രമായ സ്പർശം, സമ്മർദ്ദം, ചൂട് എന്നിവയൊക്കെ തിരിച്ചറിയുന്ന ഗ്രാഹി. ഏതാണ്? റുഫിനി എൻഡ് ഓർഗൻ. പ്രായം കൂടുമ്പോൾ കണ്ണിലെ ലെൻസിൻ്റെ ഇലാസ്തികത കുറഞ്ഞു വരുന്ന അവസ്ഥ ഏതാണ്? പ്രായം കൂടുമ്പോൾ കണ്ണിലെ ലെൻസിൻ്റെ ഇലാസ്തികത കുറഞ്ഞു വരുന്ന അവസ്ഥ. ഓപ്ഷൻ ഡി വെള്ളെഴുത്താണ് കേട്ടോ. പ്രായം കൂടുമ്പോൾ കണ്ണിൻ്റെ ലെൻസിൻ്റെ ഇലാസ്തികത കുറഞ്ഞു വരുന്ന അവസ്ഥ ഏതാണ്? വെള്ളെഴുത്ത് അല്ലെങ്കിൽ എന്ത് പറയും? പ്രസ് ബയോപ്പിയ എന്നും പറയാറുണ്ട് കേട്ടോ. പ്രസ് ബയോപ്പിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. പ്രസ് ബയോപ്പിയ എന്താണത്? വെള്ളെഴുത്താണ് കേട്ടോ. ഈ പ്രായം കൂടുമ്പോൾ കണ്ണിലെ ലെൻസിൻ്റെ സുതാര്യത നഷ്ടപ്പെടുന്ന അസുഖം ഏതാണ്? അത് തിമിരമാണ് കേട്ടോ. പ്രായം കൂടുമ്പോൾ കണ്ണിലെ ലെൻസിൻ്റെ സുതാര്യത കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് തിമിരം. പ്രായം കൂടുമ്പോൾ കണ്ണിൻ്റെ ലെൻസിൻ്റെ ഇലാസ്തികത കുറഞ്ഞു വരുന്നത് ഏതാണ്? വെള്ളെഴുത്ത് അല്ലെങ്കിൽ പ്രസ് ബയോപ്പിയ. 20/20 എന്ന പദം ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓപ്ഷൻ ബി വ്യക്തമായ കാഴ്ച. അന്നപദത്തിൻ്റെ ഉൾഭിത്തിയെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന കല ഏതാണ്? ഓപ്ഷൻ സി ആവരണ കല. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏതാണ്? ഓപ്ഷൻ ഡി ടെൻഡൻ. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏതാണ്? ടെൻഡനുകളാണ് കേട്ടോ. ടെൻഡനാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. പേശികളെ അസ്ഥിയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ഏതാണ്? ടെൻഡൻ. ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരാണ്? ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത്. ഓപ്ഷൻ ഡി തിയോഡർ ഷ്വാനാണ്. റോബർട്ട് ബ്രൗൺ എന്താണ് കണ്ടുപിടിച്ചത്? ന്യൂക്ലിയസ് കണ്ടുപിടിച്ചു അല്ലേ? കോശകേന്ദ്രമായിട്ടുള്ള ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാണ്? റോബർട്ട് ബ്രൗൺ ആണ്. സസ്യശരീരം കോശനിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരാണ്? അത് MJ സ്ലീഡനാണ്. സസ്യശരീരം എന്താണ് കോശനിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ഏതാണ്? MJ സ്ലീഡനാണ്. കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? റുഡോൾഫ് വിർഷോ ആണ്. കോശ സിദ്ധാന്തം ആരാണ് കണ്ടുപിടിച്ചത്? റുഡോൾഫ് വിർഷോ ആണ്. തിയോഡർ ഷ്വാൻ എന്താണ് കണ്ടെത്തിയത്? ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. നമ്മൾ ഈ 16ാമത്തെ ക്വസ്റ്റ്യൻ, ജീവനുള്ള കോശങ്ങളെ ആദ്യമായിട്ട് നിരീക്ഷിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? വാൻ ലീവൻ ഹോക്കാണെന്ന് പറഞ്ഞു അല്ലേ? ഈ റോബർട്ട് ഹുക്ക് എന്താണ് കണ്ടെത്തിയത്? കോശം കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ഹുക്കാണ് അല്ലേ? അതുപോലെ തന്നെ കോശം എന്ന പദം ആദ്യമായിട്ട് യൂസ് ചെയ്തത് ആര് തന്നെയാണ്? റോബർട്ട് ഹുക്കാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ ആ സയൻറ്റിസ്റ്റുകളെ പറഞ്ഞപ്പോഴാണ് ഇനി ഈ കാര്യം ഓർത്തത്. ഇനി അടുത്തത് നമ്മുടെ കാസിമർ ഫങ്ക് നമുക്ക് എങ്ങനെ അറിയാം?
വൈറ്റമിൻ എന്ന പേര് നിർദ്ദേശിച്ചു അല്ലേ. അദ്ദേഹമാണ് വൈറ്റമിൻ തെറാപ്പിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് കേട്ടോ. കാസിമർ ഫങ്കാണ് വൈറ്റമിൻ എന്ന പേര് നിർദ്ദേശിച്ചു. അതുപോലെ തന്നെ വൈറ്റമിൻ തെറാപ്പിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് തന്നെയാണ്? കാസിമർ ഫങ്കാണ്. വൈറസിനെ കണ്ടുപിടിച്ചത് ആരാണ്? ദിമിത്രി ഇവാനോസ്കി ആണ് കേട്ടോ. വൈറസിനെ കണ്ടുപിടിക്കുന്നത് ആരാണ്? ദിമിത്രി ഇവാനോസ്കി ആണ്. നമ്മുടെ അതുപോലെ തന്നെ ഈ പ്രോട്ടോസോവകളെ കണ്ടെത്തിയത് ആര് തന്നെയാണ്? വാൻ ലീവൻഹോക്ക് ആണ് കേട്ടോ. പ്രോട്ടോസോവകളെ കണ്ടെത്തിയതും ജീവനുള്ള കോശങ്ങളെ ആദ്യമായിട്ട് നിരീക്ഷിച്ച ശാസ്ത്രജ്ഞനും ആര് തന്നെയാണ്? വാൻ ലീവൻഹോക്ക് ആണ്. കോശം എന്ന പദം ആദ്യമായിട്ട് യൂസ് ചെയ്തതും കോശത്തെ കണ്ടുപിടിച്ചതും ആര് തന്നെയാണ്? റോബർട്ട് ഹുക്ക് ആണ് കേട്ടോ. 1665 അദ്ദേഹം കോശം കണ്ടുപിടിക്കുന്നത്. ഇനി ദിമിത്രി ഇവാനോസ്കി എന്താണ് കണ്ടുപിടിച്ചത്? വൈറസിനെ കണ്ടുപിടിച്ചു അല്ലേ. ഇനി അതുപോലെ തന്നെ കാസിമർ ഫങ്ക് എന്താണ്? വൈറ്റമിൻ തെറാപ്പിയുടെ പിതാവ് എന്നറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ എന്ന പേര് നിർദ്ദേശിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ 50 ക്വസ്റ്റ്യൻസ് ഇവിടെ തീരുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഇനി വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ കൂടെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയിൽ കാണാവേ. താങ്ക്